അതേപോലെ തന്നെ സുജൂദിൻ്റെ വിഷയത്തിൽ താങ്കൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ സുജൂദിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ആ സമയത്തും വ്യക്തമായിട്ടൊരു മറുപടി നൽകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചില്ല. അന്നേരം അബ്റാർ റഹിമഹുല്ലാ വ്യക്തിയോട് ചോദിച്ചു, അലം അഖുൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലാ തുഹ്സിനു തുസല്ലി, നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നന്നായി ഒന്ന് നമസ്കരിക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അബ്റാർ റഹിമഹുല്ലാ ഫിഖ്ഹിലും ഹദീസിലുമൊക്കെ വലിയ പണ്ഡിതനായിരുന്നു. ഇമാം ദഹബി റഹിമഹുല്ലാ സീറ അലാമുൻ നുബുലായിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, അബ്റാർ റഹിമഹുല്ലാ പറയുകയാണ്, ഞാൻ അഹ്വാസിലായിരിക്കെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹം തൻ്റെ മീശയൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല ഒതുക്കത്തോടു കൂടിയിട്ട് അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഫത്വകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. അങ്ങനെ അദ്ദേഹത്തോട് അബ്റാർ റഹിമഹുല്ലാ ആ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അപ്പോൾ നിലവിലുള്ള ഹദീസ് പണ്ഡിതന്മാർ, ഹദീസിൻ്റെ ആളുകൾ, അവരെക്കുറിച്ചാണ് എന്താ നിങ്ങളുടെ അഭിപ്രായമെന്നാണ്. അന്നേരം ഈ വ്യക്തി പറഞ്ഞു, ലൈസു ബിഷൈഇൻ, അവരൊന്നുമല്ല, അവർക്കൊരു പരിഹാരവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന അർത്ഥത്തിൽ വളരെ മോശമായിക്കൊണ്ട് ഹദീസ് പണ്ഡിതന്മാരെ ഒന്നിനും കൊള്ളാത്ത ആളുകളായി ചിത്രീകരിച്ച രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അന്നേരം അബ്റാർ റഹിമഹുല്ലാ ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, നിൻ്റെ നമസ്കാരം പോലും ശരിയല്ല, ശരിയായ രൂപത്തിൽ നിസ്കരിക്കാൻ താങ്കൾക്ക് അറിയുകയില്ല എന്ന്. അദ്ദേഹം ഞെട്ടലോടുകൂടി ചോദിക്കുകയാണ്, എനിക്കോ എന്ന്. അപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്റാർ റഹിമഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പഠിച്ചിട്ടുള്ളത് എന്ന്, എന്തൊക്കെ വിവരമാണ് ആ വിഷയത്തിൽ താങ്കൾക്കുള്ളത് എന്ന് ചോദിച്ചു. മൗനിയായിട്ടിരുന്നു, ഒന്നും മറുപടി പറയാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ സുജൂദിൻ്റെ വിഷയത്തിൽ താങ്കൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ സുജൂദിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ആ സമയത്തും വ്യക്തമായിട്ടൊരു മറുപടി നൽകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചില്ല. അന്നേരം അബ്റാർ റഹിമഹുല്ലാ വ്യക്തിയോട് ചോദിച്ചു, അലം അഖുൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലാ തുഹ്സിനു തുസല്ലി, നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നന്നായി ഒന്ന് നമസ്കരിക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ എന്നാണ്. ഫലാ തദ്കുറു അസ്ഹാബൽ ഹദീസ്, ഹദീസിൻ്റെ ആളുകളെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫത്വ പറയാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളും വാങ്ങിച്ചു വന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് അബ്റാർ റഹിമഹുല്ലാ സംസാരിച്ചു എന്ന്. സഹോദരങ്ങളെ, ഇന്ന് വലിയ ഒരു പാഠം നമുക്കുള്ള ഒരു ചരിത്രമാണ് ഇത്. യഥാർത്ഥത്തിൽ ഇന്ന് രണ്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴേക്കും പല വിഷയങ്ങളിലും ഫത്വകൾ പറയുന്ന, മതവിധി നൽകുന്ന ആളുകളായിട്ട് ഇന്ന് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വിലസുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പല മുഫ്തിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഖുർആൻ പഠിച്ച്, ഹദീസുകൾ പഠിച്ച് ആ വിഷയങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെയൊക്കെ നിസ്സാരന്മാരാക്കിക്കൊണ്ട് അതിനേക്കാളുമൊക്കെ ഏറ്റവും വലിയ അറിവ് ഞങ്ങൾക്കാണ് ഉള്ളത് എന്ന രൂപത്തിൽ സംസാരിക്കുന്ന പല ആളുകളെയും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു തരം വലിയ അപകടം പിടിച്ച ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിൻ്റെ മര്യാദകളെക്കുറിച്ച് ഉണർത്തുമ്പോൾ, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്തുമ്പോൾ നമ്മളോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മേഖലയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആരിൽ നിന്നാണ് നമ്മൾ ഇൽമ് സ്വീകരിക്കേണ്ടത്? നമ്മൾ സ്വീകരിക്കേണ്ടത് ഹദീസുകളെക്കുറിച്ച് അവബോധമുള്ള, ഖുർആനിനെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചുമൊക്കെ കൃത്യമായ അവബോധമുള്ള അഹ്ലുസുന്നത്തിൻ്റെ
പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം നമ്മൾ ഇൽമു സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് അത് വായിച്ച് നമ്മുടെ ബുദ്ധിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹദീസുകളെയും പരിശുദ്ധ ഖുർആനിൻ്റെ നേർക്കുനേരെയുള്ള നിർദ്ദേശങ്ങളെയുമൊക്കെ തള്ളിക്കളയുന്ന ആളുകളുണ്ട്. അവരൊക്കെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ പൊതുസമൂഹത്തിന് അനുസൃതമായിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തി അതിനൊപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളായിരിക്കും. അവരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളുടെ പരലോക വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ ഒരു തടസ്സമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നെത്തുന്ന ചില അറിവുകളുടെ ശാഖകളാണ് എന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന ഈ ആളുകളെ സൂക്ഷിക്കണം എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.